Good morning all. In the last class we had discussed about the primary sector which comes under the topic sectors of economy. Okay, അതിൽ ബിസിനസ് എക്സാമ്പിൾസ് ആണ് പെൻഡിങ് ഉണ്ടായിരുന്നത്. പ്രൈമറി സെക്ടറുമായി ബന്ധപ്പെട്ട ബിസിനസ് എക്സാമ്പിൾസ് ഓർ ടൈപ്സ് ഓഫ് പ്രൈമറി സെക്ടേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് മൈനിങ്. മൈനിങ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. മൈനിങ് മീൻസ് ഇറ്റ് ഈസ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് മിനറൽസ് ഫ്രം ദ എർത്ത്. എർത്തിൽ നിന്നും, ഭൂമിയിൽ നിന്നും നമ്മൾ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും മെറ്റൽസോ മിനറൽസോ ഒക്കെ ഖനനം ചെയ്തെടുക്കുന്നതിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുന്ന മെറ്റീരിയൽസ്, മെയിനായിട്ടുള്ള മെറ്റീരിയൽസാണ് അയേൺ, കോൾ, യുറാനിയം, ഡയമണ്ട്സ്, റോക്ക് സോൾട്ട്, പൊട്ടാഷ്, ലൈംസ്റ്റോൺ ഇതൊക്കെ. അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സസുകളായ പെട്രോളിയം പ്രോഡക്ട്സ്, നാച്ചുറൽ പ്രോഡക്ട്സ് ഇതൊക്കെയും നമ്മൾ മൈൻ ചെയ്തെടുക്കാറുണ്ട്. ഓക്കെ, നമ്മൾ പൊതുവെ മൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ്? കൃഷി ചെയ്തെടുക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് മൈനിങ് വഴി എടുക്കുന്നത്, അല്ലേ? ഇപ്പോൾ പാറ അല്ലെങ്കിൽ കരിങ്കല്ല് അതൊക്കെ നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്യാനേ പറ്റൂ? നാച്ചുറലി അത് വന്നേക്കുന്ന പാറക്കെട്ടുകൾ വന്നേക്കുന്ന സ്ഥലത്തു നിന്ന് അത് പൊട്ടിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്നും അഗ്രികൾച്ചർ ചെയ്തെടുക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഐറ്റംസ് ആണ്. അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ് നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാം. കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അത് സ്വയം ഉണ്ടായി വരേണ്ടതാണ്. അപ്പം അങ്ങനത്തെ ഐറ്റംസാണ് മൈനിങ് വഴി എടുക്കാറുള്ളത്. ഇപ്പോൾ മൈനിങ് ഇൻഡസ്ട്രിയുടെ കേസ് പറയാനാണെങ്കിൽ GDP ഓൾമോസ്റ്റ് 3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയുടെ കേസാണെങ്കിലും വേറെ പല രാജ്യത്തിൻ്റെ കേസാണെങ്കിലും മൈനിങ്ങിന് പ്രത്യേക അനുമതി വേണം. എല്ലാവർക്കും പോയി മൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ റിവർ സൈഡിലുള്ള മണ്ണൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോയി എടുത്ത് കൊണ്ടുപോയി വിൽക്കാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ പറ്റുമോ? എപ്പോൾ പോലീസ് കേസ് ആയെന്ന് ചോദിച്ചാൽ പോരെ. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ പെർമിഷൻ ആവശ്യമാണ്. ഇന്ത്യയുടെ കേസാണെങ്കിൽ മൈനിങ് ആക്ടിവിറ്റി നോക്കി നടത്തുന്നത് 2 സ്ഥാപനങ്ങളാണ്. വൺ ഇസ് GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ദെൻ IBM, ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ്. ഓക്കെ, അതുപോലെ ഇന്ത്യയിലുള്ള മെയിനായിട്ടുള്ള കുറച്ച് മൈനിങ് കമ്പനീസിൻ്റെ പേരുകൾ കൊടുക്കുന്നുണ്ട്. നോക്കുക, എല്ലാം പഠിക്കണം എന്നില്ല. ഏതെങ്കിലും 2 3 ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ലൈക്ക് ബാൽക്കോ, ഗെയിൽ, ONGC ഒക്കെ നമുക്കറിയാമല്ലോ. അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും 1-2 എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഒന്ന് വായിച്ചു വിട്ടാൽ മതി ബാക്കി എക്സാമ്പിൾസ്. പ്രൈമറി സെക്ടറിൽ വരുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ടൈപ്പാണ് ഖോറിങ്. Quarrying is the process of extracting the rock for producing construction materials. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനൊക്കെ വേണ്ടി റോക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് ക്വറിങ്. ഞാൻ അവിടെ നേരത്തെ മൈനിങ് പറയില്ലേ, മൈനിങ് എന്ന് വെച്ചാൽ കുഴിച്ചെടുക്കുന്ന ടൈപ്പ് സാധനങ്ങളല്ലായിരുന്നോ? അവിടെ റോക്ക് എന്നൊരു സംഭവം അവിടെ വന്നിട്ടില്ല. അയേൺ, കോൾ അങ്ങനത്തെ മെറ്റൽസും മിനറൽസും ആണ് മൈനിങ്ങിൽ വന്നത്. അതുപോലെ റോക്സിനെ പറ്റി ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. പക്ഷേ റോക്സ് വരുന്ന കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ് ഖോറിങ്. അപ്പം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ചോക്ക്, ചൈന ക്ലേ, ഗ്രാനൈറ്റ്, ജിപ്സം, മാർബിൾ, സാൻഡ് സ്റ്റോൺ, സ്ലേറ്റ്, സിൻഡർ, ഈ പറയുന്ന എല്ലാ ടൈപ്പ് റോക്സും നമ്മൾ ഖോറിങ് വഴിയാണ് എടുക്കുക. ഇന്ത്യയിൽ മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഖോറി ചെയ്തെടുക്കുന്നത് മാർബിൾ, ഗ്രാനൈറ്റ്, സാൻഡ് സ്റ്റോൺ ആസ് വെൽ ആസ് സ്ലേറ്റ് ഇതൊക്കെയാണ്. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ് കൂടുതലായിട്ട് ക്വാറീസ് ഉള്ളത്. അതുപോലെ സ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിൽ ഇന്ത്യ ഈസ് ദ ഹയസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് എബൌട്ട് 2 മില്യൺ പീപ്പിൾ വർക്ക് ഇൻ ദിസ് സെക്ടർ. ഏകദേശം 2 മില്യൺ ആൾക്കാർ ഈ ഒരു സെക്ടറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ കംസ് ദ തേർഡ് ബിസിനസ് എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെക്ടർ വിച്ച് ഇസ് agribusiness. Agribusiness includes various businesses in the field of agriculture like production and distribution of seeds, plants, fertilizers, chemicals, pesticides and agricultural machines.
കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ബിസിനസ്സുകൾ വരുന്ന ഒരു കാറ്റഗറിയാണ് അഗ്രി ബിസിനസ്. ഓക്കെ, ഇപ്പോൾ സീഡ്സ് അഥവാ കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ, അല്ലെങ്കിൽ അതിന് വേണ്ട വളം, അല്ലെങ്കിൽ കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസൊക്കെ അഗ്രി ബിസിനസ്സിൻ്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോറിൻ മാർക്കറ്റ്സിൽ ഇന്ത്യൻ അഗ്രോ പ്രോഡക്ട്സിന് നല്ല രീതിയിലൊരു അക്സെപ്റ്റബിലിറ്റി ഉണ്ട് പൊതുവേ. ഓക്കെ, ഇന്ത്യയിൽ നിന്നും വരുന്ന ഇന്ത്യൻ അഗ്രി ബിസിനസ്സിൽ നിന്നും വരുന്ന പ്രോഡക്ട്സ് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് എന്നൊരു വിശ്വാസം പൊതുവേ ഉണ്ട്. ദെൻ ഫോർത്ത് ബിസിനസ് എക്സാമ്പിൾ ഇസ് ആനിമൽ ഹസ്ബൻഡറി. ആനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ അതൊരു അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ്. ലൈഫ് സ്റ്റോക്കിനെ ബ്രീഡ് ചെയ്യുകയും റേസ് ചെയ്യുകയും ചെയ്യുന്നത്. ലൈഫ് സ്റ്റോക്ക് മീൻസ് കന്നുകാലികൾ. ലൈക്ക് ഇറ്റ് ഇൻക്ലൂഡ്സ് കാറ്റിൽ, ഷീപ്പ്, ഹോഗ്സ്, ഇങ്ങനെയുള്ള മൃഗങ്ങൾ. മെയിനായിട്ട് മിൽക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിൽക്കിനോ മീറ്റിനോ വേണ്ടി കന്നുകാലികളെ വളർത്തി പരിപാലിക്കുന്ന ആ ഒരു ബിസിനസ്സാണ് ആനിമൽ ഹസ്ബൻഡറി. ഇതും പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്, കാരണം നേച്ചറുമായിട്ട് ഇഴുകിച്ചേർന്നുള്ള ഒരു ബിസിനസ്സാണത്. ദെൻ കംസ് പോൾട്രി ഫാംസ്. പോൾട്രി ഫാംസ് എന്ന് വെച്ചാൽ ഈ ആനിമൽ ഹസ്ബൻഡറിയുടെ തന്നെ വേറൊരു ടൈപ്പാണ്. ഇവിടുത്തെ വ്യത്യാസം കന്നുകാലികളല്ല, പകരം പക്ഷികൾ അല്ലെങ്കിൽ ചിക്കൻ, ഡക്സ്, ടർക്കി, ഗീസ് ഇങ്ങനെയുള്ള പക്ഷി വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെയായിരിക്കും നമ്മൾ വളർത്തുന്നത്. ഇറ്റ് വിൽ ബി മെയിൻലി ഫോർ എഗ്സ് ആസ് വെൽ ആസ് മീറ്റ്. മാംസത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എഗ്സ് കിട്ടാൻ വേണ്ടിയിട്ടോ ആയിരിക്കും പോൾട്രി ഫാമിംഗ് ചെയ്യുക. ഇന്ത്യ എന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ 3rd ലാർജസ്റ്റ് എഗ് പ്രൊഡ്യൂസറാണ്. ചൈനയും USA-ക്കും ശേഷം വരുന്നതാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോൾട്രി ഫാംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. സുഗുണ പോൾട്രി ഫാംസ് ലിമിറ്റഡ്, ലൊക്കേറ്റഡ് ഇൻ കോയമ്പത്തൂർ. ദെൻ വെങ്കടേശ്വര ഗ്രൂപ്പ്, ലൊക്കേറ്റഡ് ഇൻ പൂനെ. ആൻഡ് ഗോദ്രേജ് അഗ്രോവെറ്റ് ലിമിറ്റഡ്, ലൊക്കേറ്റഡ് ഇൻ മുംബൈ. ഇതൊക്കെയാണ് ഇന്ത്യയിലെ ലീഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള പോൾട്രി ഫാംസ്. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 6th ബിസിനസ് എക്സാമ്പിൾ പെറ്റ് കെയർ ഇൻഡസ്ട്രി. പെറ്റ് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പെറ്റ് ആനിമൽസ് ആസ് വെൽ ആസ് ബേർഡ്സിനെ എക്സിബിറ്റ് ചെയ്യാനോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ നടത്തുന്ന ബിസിനസ്സാണ്. ഓക്കെ, food, toys, beds and cages for pets all comes under this industry. പെറ്റിനെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകളും ഇവിടെ വരും. ലൈക്ക് പെറ്റിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്, പെറ്റ്സിന് വേണ്ടിയിട്ട് കളിക്കുന്ന ടോയ്സ്. ഇപ്പോൾ വീട്ടിലൊക്കെ നല്ല ഹൈബ്രിഡ് ഡോഗ്സ് ഉള്ളവർക്കറിയാം, ഡോഗ്സിന് കളിക്കാൻ വേണ്ടി നമ്മൾ കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കും. സ്പെഷ്യൽ ഫുഡുണ്ട് അല്ലേ, സ്പെഷ്യൽ കേജസ് ഉണ്ട്. ഈവൻ ഡോഗിന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്സ് വരെ ഉണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചിരി വരും, അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫ്ലിപ്കാർട്ടിൽ വല്ലതും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബേബീസിന് യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബെഡ്സൊക്കെ പെറ്റ്സിന് വേണ്ടിയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പെറ്റ് കെയറുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോഡക്റ്റും വരുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളും ബിസിനസ്സും വരുന്നതാണ് പെറ്റ് കെയർ ഇൻഡസ്ട്രിയിൽ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഫിഷിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിഷിംഗ് ബിസിനസ്. അതിൻ്റെ അകത്ത് വരുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രീഡിങ്, ക്യാച്ചിങ്, പ്രോസസ്സിങ്, പ്രിസർവിങ് ആൻഡ് മാർക്കറ്റിംഗ് ഫിഷ് ആൻഡ് ഫിഷ് പ്രോഡക്ട്സ്. ഫിഷുമായി ഡയറക്റ്റ് ഫിഷ് അല്ലെങ്കിൽ ഫിഷുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുകൾ, ഫിഷ് പ്രോഡക്ട്സുകളോ ബ്രീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പിടിക്കുകയോ പ്രോസസ്സ് ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട ഏതൊരു വർക്ക് ചെയ്യുന്ന ബിസിനസ്സും ഫിഷിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ വരും. ഇന്ത്യയിലെന്ന് വെച്ചാൽ കടൽ തീരങ്ങൾ കൂടുതലുള്ള സ്റ്റേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഫിഷിംഗ് എന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് ജോലി നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എബൌട്ട് 14 million people ഓഫ് ഇന്ത്യ ആർ എംപ്ലോയ്ഡ് അണ്ടർ ദിസ് സെഷൻ. അതുപോലെ നമ്മൾ ധാരാളം മീനുകളെ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി India is one of the important sector which exports fishes to other countries. ഏകദേശം 75 രാജ്യങ്ങളിലോട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. Then
ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കൾട്ടിവേഷൻ ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബെറീസ് ആൻഡ് നട്ട്സ്. പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സാണ് ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ ഇത് വേണമെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം. ഇന്ത്യ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കേസിൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്, സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. അതുപോലെ ഗവൺമെൻറ് ഒരു നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഹോർട്ടിക്കൾച്ചറിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ദെൻ കംസ് ഫ്ലോറിക്കൾച്ചർ. ഫ്ലോറിക്കൾച്ചർ എന്ന് വെച്ചാൽ ഫ്ലോറി, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഊഹം കാണും. ഫ്ലവേഴ്സ് ഫാമിംഗ് ആണ് ഈ സെക്ടറിൽ വരുന്നത്. അത് കൊമേഴ്ഷ്യൽ ബേസിസിൽ ഫ്ലവേഴ്സ് ഫാം ചെയ്യുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻഡസ്ട്രിയിലായിരിക്കും. നെതർലാൻഡ്, ഇസ്രായേൽ, കൊളംബിയ എന്നൊക്കെ പറയുന്നത് ഫ്ലോറിക്കൾച്ചറിന് വളരെ പേര് കേട്ട ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലങ്ങളാണ്. അതുപോലെ ഈ ഫ്ലോറിക്കൾച്ചറിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന പ്രൊമോഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലൊരു സ്ഥാപനമാണ് അപ്പീഡ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയും. ഓക്കെ. ദെൻ കംസ് നേഴ്സറി ആൻഡ് ഗാർഡൻ. നേഴ്സറി ആൻഡ് ഗാർഡനിൽ ചെയ്യുന്നത് പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഗാർഡനിങ് ഒക്കെയാണ്. എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ബ്രീഡിങ് ഓഫ് റബ്ബർ പ്ലാന്റ്സ്, കോക്കനട്ട് പ്ലാന്റ്സ് എക്സെട്ര. നമ്മുടെ അടുത്ത് നമ്മൾ പറയത്തില്ലേ നേഴ്സറി, ഒരു നേഴ്സറി ഉണ്ട്, നേഴ്സറി ഇപ്പോൾ ഒരു ചെടി വാങ്ങി എന്നൊക്കെ പറയില്ലേ, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതും ഒരു ഇൻഡസ്ട്രിയുടെ കീഴിൽ വരും. ഇതൊക്കെ പ്രൈമറി സെക്ടറാണ്, കാരണം നേച്ചറുമായി ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്ത ജോലികളാണ് ഇവിടെ വരുന്നത്. ദെൻ ലാസ്റ്റ് കാറ്റഗറി ഓഫ് ബിസിനസ് വിച്ച് കംസ് അണ്ടർ പ്രൈമറി സെക്ടർ ഇസ് അക്വേറിയം. അക്വേറിയം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ സാധാരണ ഒരു ബൗളിൽ അല്ലെങ്കിൽ ഒരു ടാങ്കിൽ എന്തെങ്കിലും ഫിഷിനെ കീപ്പ് ചെയ്ത് അണ്ടർ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ബ്രീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ വളർത്തുന്ന ആ ഒരു സംഭവത്തിനാണ് നമ്മൾ അക്വേറിയം എന്ന് പറയുന്നത്. ഈ അക്വേറിയവുമായി റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിൻ്റെ അക്വേറിയത്തിലെ ഫിഷും പ്ലാന്റ്സുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും വരുന്ന ഇൻഡസ്ട്രീനെയാണ് അക്വേറിയം എന്നുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്ന ബിസിനസ്സസ്. Then comes the second sector which is secondary sector. Okay, sectors of economy രണ്ടാമത്തേതാണ് സെക്കൻഡറി സെക്ടർ. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പ്രൈമറി സെക്ടറിൽ നിന്നും കിട്ടുന്ന മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്ത് എന്തെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് secondary sector. So we can say that it transforms the raw materials generated by the primary sector into finished goods. ഇവിടെ വരുന്ന ആക്ടിവിറ്റീസ് ആണ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ, കെമിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്, ഷിപ്പ് ബിൽഡിംഗ്, പ്രൊഡക്ഷൻ ഓഫ് ഓൾ കമ്മോഡിറ്റീസ്, ഇതൊക്കെ ഇവിടെ വരും. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാനാണെങ്കിൽ കോട്ടൺ അഥവാ പരുത്തി എന്ന് പറയുന്നത്, പഞ്ഞി എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് ഏത് സെക്ടറിൽ നിന്ന് കിട്ടുന്നതാണ്, എവിടെ കൾട്ടിവേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെവിടെയാണ്? പ്രൈമറി സെക്ടറിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റാണ് കോട്ടൺ എന്ന് പറയുന്നത്. ആ കോട്ടനെ റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഷോളോ സ്റ്റോളോ എന്തെങ്കിലും ഒരു ക്ലോത്ത് ഉണ്ടാക്കിയാൽ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അതേത് സെക്ടറായി മാറും? സെക്കൻഡറി സെക്ടർ ബിസിനസ്സായി മാറും. അതായത് പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടിയ കോട്ടൺ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ക്ലോത്ത് ഉണ്ടാക്കുന്നു, ക്ലോത്തിങ് ഉണ്ടാക്കുന്നു, ടെക്സ്റ്റൈൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് സെക്കൻഡറി സെക്ടറിൽ വരുന്ന ബിസിനസ് ആയിരിക്കും. ഇത് തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കി സെക്ടേഴ്സും, ബാക്കി സെക്ടേഴ്സ് അല്ല, ബാക്കി എക്സാമ്പിൾസും. സെക്കൻഡറി സെക്ടറും GDPക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സെക്കൻഡറി സെക്ടർ വഴി. ദെൻ ഇവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ പവർ പ്രോജക്ട്സ്, ഇലക്ട്രിസിറ്റി പ്രോജക്ട്സ്, മെഷീൻസിൻ്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ടൂൾസിൻ്റെ മാനുഫാക്ചറിങ്, ദെൻ എന്തെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, ഇതെല്ലാം സെക്കൻഡറി സെക്ടറിൽ വരും. അതുപോലെ പ്രൈമറി സെക്ടറിൽ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, പ്രൈമറി സെക്ടറുമായി റിലേറ്റ് ചെയ്ത ജോലി ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരായിരുന്നു റെഡ് കോളർ വർക്കേഴ്സ്. അതുപോലെ ഇവിടെ സെക്കൻഡറി സെക്ടറുമായി റിലേറ്റ് ചെയ്ത് ജോബ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ബ്ലൂ കോളർ വർക്കേഴ്സ്.
Okay. I think that's enough for today's class. ബാക്കി സെക്കൻഡറി സെക്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും ബിസിനസ് എക്സാമ്പിൾസും റോൾസും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ നോട്ട്സ് ഷോർട്ടാക്കി എഴുതി വയ്ക്കുക. ജസ്റ്റ് ഇപ്പോൾ ബിസിനസ് നമ്മളിപ്പോൾ ഇന്ന് നോക്കിയ ടൈപ്സ് ഓഫ് ബിസിനസ് ദാറ്റ് കംസ് അണ്ടർ പ്രൈമറി സെക്ടർ ആണ്. അപ്പോൾ അതിൽ 12 ഉള്ളൂ. ആ 12 ഹെഡിങ്സ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ അക്വേറിയം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ 1 ലൈൻ ഇസ് ഇനഫ്. അതുപോലെ ബാക്കി ഹെഡിങ്സിലും 1 or 2 ലൈൻസിൽ അതെന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഷോർട്ടാക്കി എഴുതിയാൽ മതി നോട്ട്. ബിസിനസ് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ എക്സാമ്പിൾസ് ഒന്ന് കാണിച്ചേക്കുക. അപ്പോൾ 1 അല്ലെങ്കിൽ 2 പേജസ് മാക്സിമം അതിനുള്ളിൽ നിൽക്കും. ആ രീതിയിൽ ചെയ്യുക. അതുപോലെ അസൈൻമെൻറ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. So reminding about that. Thank you.